ഹേ ഗൈസ്, RCB vs CSK. ഞങ്ങൾക്ക് ഒരു തോൽവി കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഇങ്ങനെ വിഷമിക്കുന്നത് തൈലം ഇത് കിടന്നുറങ്ങിക്കോ. തൈല് അത് കൂട്ടൊരു അവസ്ഥയായിപ്പോയി. അങ്ങനെ വീണ്ടും ഒരു തോൽവി കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക്. എന്തായാലും ബാക്ക് ടു ബാക്ക് 3 തോൽവികൾ. ഞാൻ പറഞ്ഞല്ലേ രാവിലെ എന്തായാലും RCB ജയിക്കാൻ പോകുന്നു. ചെന്നൈ ഫാൻ ഞാൻ വീണ്ടും എക്സ്പെക്ട് ചെയ്തു പോയി. എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ടോപ്പ് 3 വൻ ശോകം. RCBന്റെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ RCBന്റെ ബാറ്റിങ്ങിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് ചിന്നസ്വാമി സ്റ്റേഡിയം തന്നെയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിനി. കാരണം എന്താ അടി അടിച്ചവന്മാര്. ആ രജത് പട്ടിദാർ ടിം ഡേവിഡ് കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഞങ്ങളെ കൊന്നു കളഞ്ഞു. അവസാനം 95 റൺസ്. അത് മാത്രല്ലേ, ടിം ഡേവിഡ് എടുത്ത സ്കോർ 25 ബോളിൽ 70 റണ്ണ്. അത് ഒരു ഔട്ട് ഓഫ് ദ പാർക്ക് 6. എന്റെ മോനെ, ഞാൻ അത് കണ്ടിട്ട് എനിക്ക് അത് കോരിത്തിരിച്ചു പോയി. 108 മീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകെ കൂടി പൊത്തുവരത്തുള്ളൊരു എക്കോണമി എന്ന് പറയാൻ 10 അടുത്താണ്. എന്നാലും 10 താഴെ എന്ന് പറയാവുന്നത് ഖലീൽ അഹമ്മദിന്റെ മാത്രമല്ല, 9.25. ബാക്കി എല്ലാം നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. സത്യത്തിൽ പറയാം, ഈ ഒരു ബോളിംഗ് ലൈനെ പോയി ഫ്രണ്ടിലേക്ക് പോകാന്ന് പറയുന്നത് ഒട്ടും ഈസിയല്ല. 3 മാച്ച് തോറ്റാലും തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അത് നോക്കണ്ട, ഭയങ്കര പാടായി ബോളിംഗ്. തൈലം തേച്ച് ഇങ്ങനെ നിനക്ക് ഈ സീസൺ ആശ്വസിച്ചിരിക്കാം. പക്ഷേ തല തിരിച്ചു വരണം. ഇനി വിസിൽ തൊണ്ടേക്കുരുങ്ങിയ അവസ്ഥയായിപ്പോ. എല്ലാവരും ഇതെല്ലാം മേടിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങള്. ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൻ പതറ്റിക്കാണ്. ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ബാറ്റിംഗ് പിച്ച് ആയിട്ടും സഞ്ജു, ആയുഷ് മാത്രമേ അല്ലെങ്കിൽ ഋതുരാജ് ഒന്നും ഞാൻ പറഞ്ഞതും കൂടിയാണ്. ഈ ഒരു ഫ്ലാറ്റ് പിച്ച് സഞ്ജുവിന് കളിക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു. പക്ഷെ അൺലക്കി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര 3 മത്സരത്തിൽ പുള്ളിക്ക് ഒരു പ്രഷർ ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. കളിക്കാൻ നിൽക്കുമ്പോൾ ആ വേൾഡ് കപ്പിൽ അവസാന സ്റ്റേജിൽ കണ്ട സഞ്ജുവിനെ അല്ല കാണുന്നത്. വീണ്ടും ആ ന്യൂസിലാൻഡ് സീരീസിൽ കണ്ട ആ ഒരു പ്രഷറുള്ള സഞ്ജുവിനെയാണ് കാണുന്നത്. അത് ഭയങ്കര തിരിച്ചറിയായി. പിന്നെ കൃണാൽ പാണ്ഡ്യ എന്താണ് പേസാണ് എറിയുന്നത്. 118 അവർ. അവിടെ മറ്റേ ചാടി പൊക്കത്തുനിന്നാണ് നമ്മുടെ കീപ്പർ ബോൾ പിടിക്കുന്നത്. ഫസ്റ്റ് 2 ഓവർ കൃണാൽ പാണ്ഡ്യ നല്ല പ്രശാന്ത് കൃഷ്ണ കഴിഞ്ഞ് മേഞ്ഞു. അതാണ് ഒരു സമാധാനം, ആശ്വാസമായി. അവന്റെ ഷോ കാണേണ്ടി വന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ എടുത്തു പറയേണ്ടതാണ് സുയാഷ് ശർമ്മയുടെ ചിന്നസ്വാമി മറ്റല്ല ബാറ്റിംഗ് പിച്ചിൽ ഒരു സ്പിന്നർ ഇത്രയും നല്ലൊരു എക്കോണമിയിൽ ബോൾ എറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഈസി അല്ല. ഭയങ്കര അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. എന്തായാലും ഇപ്പൊ RCBയുടെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തു. 150 മുകളിൽ എല്ലാവർക്കും സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. അവസാനം വന്ന് കിഡിലായിട്ട് അവർ ഫിനിഷ് ചെയ്തു. ഇപ്പോൾ വിരാട് കോഹ്ലിയിലേക്ക് നോക്കി കഴിഞ്ഞാലും ഫിൽസാട്ടിലേക്ക് നോക്കി കഴിഞ്ഞാലും ദേവദത്ത് പടിക്കലിലേക്ക് നോക്കി കഴിഞ്ഞാലും ഭയങ്കര കിഡിൽ ഇന്നിംഗ്സ് ആണ് അവർ കളിച്ചത്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ചെന്നൈ ഫാൻ ആണെങ്കിലും ഈ RCB ഭയങ്കര അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പണ്ട് RCB അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ചെന്നൈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ടേബിളിൽ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അവിടെയാണ് ഓൾറെഡി ആ ഒരു പൊസിഷനിലാണ്. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും കാണിച്ച് തിരിച്ചു വരുന്നൊരു പ്രതീക്ഷയുണ്ട്. എന്താണെന്നറിയില്ല. പക്ഷേ ഋതുരാജിന്റെ ഈ സീസൺ വെച്ച് നോക്കുമ്പോൾ CSKന്റെ ഏറ്റവും വേഴ്സ്റ്റ് ഇതാണ്. ബാക്കിയുള്ള ടീം എങ്ങനെങ്കിലും കയറി വരും, ജയിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ CSKയുടെ അവസ്ഥ വൻ ശോകമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് സർഫ്രാസ് ഒക്കെ കളിച്ച് ഇന്നിങ്സ് ടോപ്പ് 3 ആരെങ്കിലും കളിച്ചിരുന്ന കളി മാറിയാനെ. എന്തായാലും പോയിന്റ് ടേബിൾ അവസാനത്തേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ ഡിവാൽവേഴ്സും കൂടെ വന്നു കഴിയുമ്പോൾ ബാറ്റിംഗ് സൈഡ് ഓക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷേ ഈ ബോളിംഗ് സൈഡിൽ ഏത് കാട്ടിലോട്ട് പോകാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ബൈ എനിക്ക് നിർത്തുക. ബൈ